ജോയിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആനയാണ്, ഇപ്പുറത്ത് പന്നിയാണ്, അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ്, ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിംഹമാണ്. പലപ്പോഴും ജോയി എന്നോട് പറഞ്ഞു, അൻവർക്ക നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ, നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ, ജീവിക്കാൻ വയ്യട്ടോ, കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്, ഈ പറയുന്ന DCC പ്രസിഡന്റ് ജോയ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയമെന്ന നിലക്ക്, ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് DCC പ്രസിഡന്റ് വി ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. നേതാവാണ് താങ്കളോട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്? അല്ല, അങ്ങനെ ഞാനത് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു ഏർപ്പാടല്ലേ. അല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതൊക്കെ അവര് ഒരു മിനിറ്റ് അല്ല, UDF ആരെ മത്സരിപ്പിക്കണമെന്ന് വരെ പറഞ്ഞ ഒരാൾക്ക് ഇനിയിപ്പോ ഈ ശശിയുടെ അല്ല, അതില് ഞാൻ എൻ്റെ നയം വ്യക്തമാക്കാം. അതിലെൻ്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി അവരെ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്. അവരെന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയാണ്. അതേ അർത്ഥത്തിൽ അത് തിരിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരത്തിനും എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനും അത് യോജിക്കാത്തത് കൊണ്ട് ആ ആളുകളെ നമ്മളതിൽ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ, അങ്ങനെയാണല്ലോ വന്നത്. താങ്കൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞു. താങ്കൾ നേരത്തെ ഉന്നയിച്ച ഇതുപോലെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നേരത്തെ വാടകയ്ക്ക് പറഞ്ഞതുപോലെ സമാനമാണെന്ന് ആളുകൾക്ക് തോന്നില്ലേ? അതിനു മുമ്പ് കേട്ടില്ല, ക്വസ്റ്റ്യൻ മനസ്സിലായി. താങ്കൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കാര്യത്തിൽ മാപ്പ് പറഞ്ഞു. ഇപ്പോൾ P ശശിയെതിരെ അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ, ഇത് UDF എത്താനുള്ള ഒരു വഴിയാക്കി താങ്കൾ കാണുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാൻ പറ്റുമോ? അവരങ്ങനെ വിചാരിക്കട്ടെ, നിവർത്തില്ലല്ലോ, അവരെ വിചാരം മാറ്റാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ ചോദിച്ച കൺഫ്യൂഷൻ. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുകയാണ്. പറഞ്ഞ ആരോപണങ്ങളൊക്കെ പോട്ടെ, ഞാൻ ഡോക്യുമെൻ്റ് കൊടുത്ത കാര്യമാണ്, വിജിലൻസിന് കൊടുത്ത ഡോക്യുമെൻ്റാണ് ADGP അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനം. ആ ഫയല് വിജിലൻസ് ഡയറക്ടർ മാറ്റിയിരിക്കുകയാണ്. ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും, ജയിലിലും പോകേണ്ടി വരും. ഞാൻ കൊടുത്ത ഡോക്യുമെൻറ്റിനെ വളച്ചൊടിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹം മടക്കിയത്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് സമാധാനം പറയേണ്ടിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞാണ്, ആരാണോ ഇതിൽ കളിക്കുന്നത് ആ ബാക്കിയുള്ള തെളിവ് വെച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ. ഹൈക്കോടതിയിൽ ഞാൻ പോകും, ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നു പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ഡയറക്ടർ മടക്കിയിരിക്കുന്നത്. അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഏറ്റവും സമുന്നതരായിട്ടുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും അവർ നൽകിയ പിന്തുണയാണ് അതിനൊരു ശക്തി പകർന്നതെന്നും പറയാമോ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. ഒരു മിനിറ്റ്, നിങ്ങളെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അവരുപയോഗിച്ച വാക്ക് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ശ്രേണിയിലുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങുമോ? അത്ര വിവരക്കേടൊന്നും എനിക്കില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല, പേര് മറച്ചു വയ്ക്കുന്നത് എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഒന്ന് പേര് മറച്ചു വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ അവരും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും. ഒന്നുകിൽ അവരെ തുറന്നു കാട്ടേണ്ടി വരും. രണ്ട്, താങ്കൾക്ക് ശശി വന്നൊരു കാര്യം പറയുന്നു, താങ്കൾ അത് പോയി ദേവസ്വം സതീഷിനെതിരെ, അതുപോലെ താങ്കളെ കുടുക്കിയതായിക്കൂടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ? അല്ല, ഒരിക്കലുമല്ല. അത് എനിക്കും ബോധ്യപ്പെട്ടല്ലേ. ഞാനതിൽ അങ്ങേയറ്റം പോരാട്ടം നടത്തുക. മറ്റതിൽ നമ്മൾ ഒരു പോരാട്ടം, ഒരു എൻക്വയറി നടത്തിയിട്ടില്ല. ഞാൻ ADGP അജിത് കുമാറും P ശശിയുമായി ഈ പറയുന്ന സാജൻ സക്കറിയ വിഷയത്തിലാണല്ലോ ഞാൻ ഉടക്കുന്നത്. ആ സാജൻ സക്കറിയ വിഷയത്തിൽ അവരെ ഉടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് സംതിങ് സംവെയർ ഈസ് റോങ്,
അതിനുശേഷമാണ് ഞാൻ വ്യക്തിപരമായി ഈ അന്വേഷണമായി പോകുന്നത്. ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത്, ബോബി ചെമ്മണ്ണൂർ. എന്താ ചെയ്ത കുറ്റം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളതിലേക്ക് കിടക്കുന്നില്ല. അതിലും വലിയ മാരകമായ കുറ്റം ചെയ്ത, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരുത്തൻ ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് വിളമ്പുകയാണ് അല്ലേ? വല്ല നിയമമുണ്ടോ? വല്ല IT ആക്റ്റും ഉണ്ടോ? ആ നിയമത്തിൻ്റെ എല്ലാ നൂലിഴകൾ കീറി മുറിച്ച് സുപ്രീം കോടതിയിൽ ഏറ്റവും ലീഗൽ ഒപ്പീനിയൻ നൽകുന്ന സീനിയർ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയിട്ട് കൂടിയാണ് കൊടുക്കുന്നത്. ഇന്ന പ്രകാരം ഇതിന് കുറ്റവാളിയാണ്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66F പ്രകാരം അവനെ കേസെടുക്കാം. ആ കേസെടുത്താൽ അത് നോൺ ബെയിലബിൾ ആണ്, അത് IT ടെററിസമാണ് എന്ന് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ പോകുന്ന സീനിയർ ലോയർമാർ ഒപ്പീനിയൻ കൊടുത്ത കേസിലാണ് അവന് നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ത് താപ്പാ അതിന് പറയാം? എന്ത് താപ്പാ പറയാം? അപ്പം ഇതാണ് ഇതിലെ മൊത്തത്തിലുള്ള സ്ഥിതി. ആരത് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്? ആര്യാടൻ്റെ മകനാ. ഉള്ളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്ന കേട്ടോ. പുതിയ കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചു. അതിനു മുമ്പ് അതിന് ശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ? എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. അല്ല, അതപ്പോൾ നമുക്ക് ആലോചിക്കാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യരെ കല്യാണത്തിനൊക്കെ കണ്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പോൾ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. താങ്കൾ ഈ പി ശശിക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പി ജയരാജൻ അടക്കമുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താങ്കൾ ഈ ഉന്നത ശ്രേണി എന്ന് ഉദ്ദേശിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളെ തന്നെയാണോ? ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ തൽക്കാലം ജയരാജേട്ടനെയും അത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട. അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ്. എൻ്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവണ്ട. നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ജയരാജനെ നിങ്ങൾ കാണുക. അല്ല, അതിൽ ആകെ കൺഫ്യൂസ്ഡാണ്, എല്ലാവരും കൺഫ്യൂസ്ഡാണ്. പിന്നെ ആരും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പുള്ളി രാവിലെ സ്റ്റേറ്റ്മെന്റ് നടത്തി, ഞാൻ വൈകിട്ട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ചു, നിങ്ങളിപ്പോൾ പറയില്ലേ നമുക്ക് നോക്കാം, വി വിൽ ടേക്ക് കെയർ, നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. എന്നെ കള്ളനാക്കിയിരിക്കണം, ബാക്കിയൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു പി ശശിയെ പറ്റി, കാട്ടുകള്ളനെ പറ്റിയിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അതിലും വലിയ കള്ളനാന്നല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന്, അദ്ദേഹത്തെക്കുറിച്ച് എന്തായി പറയുന്നത്? അപ്പം അതിൻ്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു വളരെ സതുദ്ദേശത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തിൽ എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ചിടാം. പിന്നെ പറഞ്ഞു എന്താണ്, ഗവർണർ കേസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, മറ്റേ ഫോൺ ചോർത്തൽ അതും വരുന്നുണ്ട്, ഇങ്ങനെ ഭയപ്പെടുത്തൽ. ഇപ്പോൾ പിടിച്ച് ജയിലിലിട്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തോടു കൂടി എന്താ എല്ലാ പ്രിവിലേജും പോവാണ്. പലരും പറഞ്ഞതാ. ഞാൻ എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും പ്രൊട്ടക്ഷന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു പ്രിവിലേജിൻ്റെ പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 1.5 കോടി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എൻ്റെ ഈ രാജി കൊണ്ട് ഈ നിയമസഭയിൽ വരുന്ന ഈ ബില്ല് പിൻവലിക്കപ്പെട്ടാൽ അത് മതി എനിക്ക്. എൻ്റെ ഞാൻ പറയട്ടെ, എൻ്റെ 45 ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ലീഡറായി 1979 തുടങ്ങിയ പൊതുപ്രവർത്തന. ആ 45 കൊല്ലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ 3